എല്ലാവർക്കും സ്വാഗതം. കമല വൈജയനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. കമല വന്ന് വൈജയനെ വിളിക്കുന്ന സമയത്ത് കമലിനോട് വൈജ ചോദിക്കുകയാണ്, കമലയെടുത്തിടെ ഇങ്ങനെ തല പൊട്ടിയിൽ ചോര ഒലിക്കുന്നുണ്ടല്ലോ, മുഖം മൊത്തം ചോരയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമല ചോദിക്കുകയാണ്, നീ എന്താ വൈജ ഉറക്കപ്പിച്ച് പറയാണോ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ കമലയെടുത്തിയുടെ തല പൊട്ടിയില്ലേ, അപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. നമ്മുടെ കൈതക്കൽ വീട്ടിലെ മുറ്റത്ത് വലിയൊരു തെങ്ങ് ഉണ്ടായിരുന്നല്ലോ, ആ തെങ്ങിന്ന് ഒരു തേങ്ങ കമലയെടുത്തിയുടെ തലയിലേക്ക് വീണു. തലയ്ക്കാകെ പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് എവിടെയാ വൈജയ തെങ്ങ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കമല. പണ്ടുണ്ടായിരുന്നു, എന്തായാലും കമലയടുത്തേക്ക് ഒന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ വലിയ സമാധാനം എന്ന് പറയും. അപ്പോൾ കമല ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, നിനക്ക് വേറെ ആരെയും സ്വപ്നം കാണാൻ കിട്ടിയില്ല അല്ലേ എന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കമല അവിടെ കസേരയ്ക്ക് നീക്കിയിട്ടിരുന്ന് വൈജയനോട് വാടക വീട് എടുത്ത് മാറുന്ന കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നീ ഇങ്ങനെ വാടക വീട് എടുത്ത് മാറാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നത്, എനിക്കിങ്ങനെ ഒരു അച്ഛനും ഒരു അമ്മയും ഉള്ളൂ, അതുപോലെ തന്നെയാണ് എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് ഞാൻ മാറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. കമലയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, വൈജയ നിന്റെ കുടുംബം ചിന്ന ഭിന്നായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന് കാരണം ഞാനല്ല, ഞാനും അലീനി അവിടെ ഒത്തുപോകില്ല എന്ന് ഞാൻ ബാലചന്ദ്രനോട് പറഞ്ഞതാണ്. പക്ഷേ അയാൾക്ക് ഭാര്യയും വേണ്ട മക്കളും വേണ്ട, അവൾ മതി, എന്നാൽ പിന്നെ അവളെയും പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്നാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കമല പറയുന്നുണ്ടായിരുന്നു, അലീനയും ബാലചന്ദ്രനും കൂടെ എറണാകുളത്ത് പോയ കാര്യം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അതൊന്നും വൈജ അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ എന്നോട് ആരും പറഞ്ഞില്ല, മക്കളാരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നിന്നെ പേടിച്ചിട്ടായിരിക്കും എന്ന് കമല പറയൂ കേട്ടോ. എന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നാത്തിനാ അപ്പോൾ അവളെയും വിളിച്ചുകൊണ്ട് എറണാകുളത്തിന് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കമല പറയുമ്പോൾ അവളെ കൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമോ, അവളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് കേട്ടോ വൈജയും പറയുന്നത്. അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ അയാൾക്ക് നാണുണ്ടോ ഒരു വീട്ടിലെ വേലക്കാരിനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ മകളാണെന്നാണല്ലോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട്. അപ്പോൾ വൈജു പറയും, അവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ മകളാണെന്നുള്ള കാര്യമൊന്നും, അപ്പോൾ അവിടെ ഉള്ളവർ വിചാരിക്കില്ലേ ഇയാൾ ഇത്രയ്ക്കേ ഉള്ളൂ എന്നൊക്കെ അവരും വിചാരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തേലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും രോഹിത്തിനെ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജു പറയുന്നത്, ഇനിയിപ്പോൾ അലീന കാരണം അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് സമയം അലീനയും ബാലചന്ദ്രനും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ അതിനേക്കാളും ഭേദം രോഹിത് അവിടെ കിടക്കുന്നതാണെന്നാണ് കേട്ടോ വൈജ് പറയുന്നത്. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയല്ല വൈജ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതന്നെയാണ് നല്ലതെന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ രോഹിത് രക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഹരീനെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറയുമോ എന്ന് നോക്കിയിട്ട്. ഇപ്പോൾ ആര് പറയുമെന്നാ കമലയെടുത്ത് ചോദിക്കുന്നതെന്ന് നോക്കുമ്പോൾ വൈജയ് നീ സംസാരിക്കണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ പട്ടി പോലും പറയത്തില്ലല്ലോ എന്നാണ് വൈജ പറയുന്നത്. അപ്പോൾ എന്നാ വേണ്ട, അലീനയും കൃഷ്ണമോളും ഭയങ്കര കൂട്ടാണല്ലോ, അപ്പോൾ കൃഷ്ണമോളോട് നീ ഒന്ന് സൂചിപ്പിക്കുമെന്ന് വയ്ക്കുമ്പോൾ അത് വേണമെങ്കിൽ നോക്കാം എന്നൊക്കെ ഇങ്ങനെ കമലിനോട് വൈജ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഹരിയും കൂടെ രക്ഷപ്പെടുകയാണെങ്കിൽ നിനക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ കമല സോപ്പിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കമല പറയുകയാണ്, നീ ഇങ്ങനെ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞാൽ മതി, നിന്നെ ഞങ്ങൾ വാടക വീട്ടിൽ കൊണ്ടാക്കി തരാം, ഞാനും ശിവേട്ടനും കൂടെ കൊണ്ടാക്കി തരാം, നിനക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചിരി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കമല ഇതെല്ലാം പറയുന്ന സമയത്ത്. പിന്നീട് കുര്യച്ചനാണെങ്കിൽ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും വീട്ടിലേക്ക് വന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു കുര്യച്ചനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ കുറുവിലങ്ങാട്ട് നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യുള്ളൂ ഇങ്ങോട്ട് എന്നിങ്ങനെ കുര്യച്ചനും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നാ കേസാണ്, പിന്നീട് അവർ കേസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. പീഡന കേസിൻ്റെ കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് അവർ പരിചയപ്പെടുന്നുണ്ടായിരുന്നു, കുര്യച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ പാലായിലെ വലിയ ബിസിനസ്സുകാരനാണ്, ജോളിക്കടയും സ്വർണ്ണക്കടയും ഹാർഡ്വെയർസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുര്യച്ചനും എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ട് എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ ജ്വല്ലറിയിലൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ കുര്യച്ചൻ്റെ പെങ്ങളോ ആരോ കൊണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ പരിചയമുള്ളതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ കേസിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. കുര്യച്ചൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ പെണ്ണ് കേസിൻ്റെ കാര്യത്തിനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേന്ന് പറയും. അപ്പോൾ പീഡന കേസിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. രോഹിത് നിരപരാധിയാണെന്ന് അറിഞ്ഞ കാര്യമൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് കേട്ടോ. കുര്യച്ചനോട് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വരുമ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട് അലീന എവിടെയെന്ന്. അലീന അവളവിടെ ചായ എടുത്ത് വെക്കുകയാണ്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടെ ചായയും പലഹാരവും എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇവരിവിടെ കേസിൻ്റെ കാര്യം തന്നെ സംസാരിക്കുകയാണ്. കുര്യച്ചൻ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ആ പെണ്ണ് മൊഴി മാറ്റി പറയില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക്
വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മ വന്നിട്ട് അവർ ചായ കുടിക്കാൻ വിളിക്കും കേട്ടോ. അങ്ങനെ പിന്നെ അവർ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അലീനേനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഗ്രേസമ്മ. അന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് കുറുവിലങ്ങാട്ടേക്ക് വന്നത് ഇവളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇതാണ് അലീന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും. കുര്യച്ചൻ അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട് അന്നത്തെ കാര്യം എന്തായാലും നടന്നില്ലേന്ന്. അപ്പോൾ അലീന പറയും അത് പല ഡിവൈഎസ്പി നേരിട്ട് സ്റ്റേഷനിൽ വന്നാണ് എന്നെ വിട്ടയക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിന് താങ്ക്സ് ഒക്കെ കുര്യച്ചനോട് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ നമ്മളൊരു കാര്യം ഏറ്റാൽ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ മകൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ഡിവൈഎസ്പിയുടെ മകളെയാണെന്നും അലീനയോട് പറയട്ടെ. എന്നിട്ട് പിന്നീട് കുര്യച്ചൻ ചോദിക്കുകയാണ് അലീനയോട്, ആ പെണ്ണ് സത്യം പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണോ, അതോ അവൾ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട് അല്ല, അത് അവൾക്ക് കുറ്റബോധം കൊണ്ട് പറഞ്ഞത് തന്നെയാണെന്ന്. അപ്പോൾ എന്നാൽ അത് പോലീസിനോടും തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കില്ല അങ്കിൾ, അവൾക്ക് എൻ്റെ മേലൊരു ട്രസ്റ്റ് ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാതാക്കരുതല്ലോ എന്ന് പറയും കേട്ടോ. പിന്നീട് ഈ സത്യം അലീനയോട് ശരണ്യ തുറന്നു പറഞ്ഞ ശേഷം അലീനയും ശരണ്യയുമായിട്ടുള്ള ആ ബന്ധം അവർ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ കോളനിയിൽ പോലും കയറരുത് എന്നാണ് പറഞ്ഞതെന്നൊക്കെ ബാലചന്ദ്രനും കുര്യച്ചനോട് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ജോബിച്ചനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുര്യച്ചൻ അവിടുന്ന് എണീറ്റിട്ട് ജോബിച്ചനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ജോബിച്ചനോട് ചോദിക്കും ഓഫീസിലാണോ അതോ വീട്ടിലാണോ എന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ ഓഫീസിലാണെന്ന് പറയും കേട്ടോ. അപ്പം മീരമോൾ അടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീര വീട്ടിലാണ്, ഇന്ന് ലീവാണ്, കൊച്ചിന് പനി ആയതുകൊണ്ട് എന്ന് പറയാം. അപ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ കുര്യച്ചൻ. അപ്പോൾ അലീനയോട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, അലീനയോടും ചായ കുടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ഇതിൽ ഒന്നും പറയാനില്ലേ എന്ന്. അപ്പോൾ അലീന പറയും ഞാൻ എന്ത് പറയാനാ, ഞാൻ അച്ഛന് കൂട്ടു വന്നാണ് എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ ഇരിക്കുമ്പോഴാണ് കുര്യച്ചൻ തിരിച്ചു വരുന്നത്. എന്നിട്ട് പറയും നമുക്ക് ഇപ്പം തന്നെ അതിരമ്പുഴയ്ക്ക് പോകണമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മ. ഊണ് കഴിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ സമയം 12:30 ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും 1:30 അപ്പോൾ അവിടെ അനിയനും ഫാമിലിയൊക്കെ വന്നതുകൊണ്ട് തന്നെ അവിടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് അത് മിസ്സാക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ കുര്യച്ചൻ പറയുന്നത്. അങ്ങനെ എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കുര്യച്ചൻ്റെ കൂടെ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങുന്ന സമയത്തും ബാലചന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാമച്ചനോട്, ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അലീനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തു തരുന്നതെന്ന് ഗ്രേസമ്മ പറയുമ്പോൾ ബാലചന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ അതെനിക്കറിയാമെന്ന്. അപ്പോൾ രേവതിക്കുട്ടി വരുമ്പോൾ ഞാൻ എന്നാ പറയാനാന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം വന്നുകൊണ്ട് പെട്ടെന്ന് പോയതാണെന്ന്, അവൾക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്ന് പറയും. പിന്നീട് അലീന തന്നെ പറയുന്നുണ്ട് ഞാൻ അവളെ വിളിച്ചോളാന്ന് കേട്ടോ. അങ്ങനെ പിന്നീട് അലീനയും ബാലചന്ദ്രനും കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കുര്യച്ചനോട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അവർക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം ആയതുകൊണ്ട് ആ ചെറുക്കൻ നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇച്ചായനെ ഈ ഒരു കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാലോ എന്ന് കുര്യച്ചനും പറയും. അങ്ങനെ പിന്നെ അവർ കാറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുര്യച്ചൻ ഇങ്ങനെ ബാലചന്ദ്രനോടും അലീനയോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ മുന്നിൽ വിട്ട് ഞാൻ പിറകെ വന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ബബിത വന്നിട്ടുണ്ട്. ബബിതേനെ കാണുമ്പോൾ വൈജയന്തി ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു അറിയാത്ത ആളെ നോക്കുന്ന പോലെയായിട്ട് നോക്കുന്നത്. ബബിത ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് ബബിത എന്ന് പറയുമ്പോൾ ബബിതയല്ല കുബിതയാണ്, എൻ്റെ അച്ഛനെ എവിടെയെന്ന് നോക്കി കേട്ടോ. അപ്പോൾ അച്ഛൻ എറണാകുളത്തിന് പോയി എന്ന് പറയും. അപ്പോൾ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലീനയും അച്ഛൻ്റെ കൂടെ പോയി എന്ന് പറയുമ്പോൾ വൈജയന്തി അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് എന്നാത്തിനപ്പോൾ അവളെ അലീന അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ചുകൊണ്ട് എറണാകുളത്തിന് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിയേട്ടൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ ബബിത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് എന്നാ ചെയ്യാൻ സാധിക്കും, ഒന്നും നടക്കില്ല എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. ബബിത അപ്പോൾ പറയുന്നുണ്ട് അത് എന്തെങ്കിലും ആയിക്കോട്ടെ, രോഹിയേട്ടൻ രക്ഷപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ന് തന്നെ അവർ തിരിച്ചു വരുമോ അതോ ഇനിയിപ്പോൾ വേറെ വല്ല റിസോർട്ടിലും പോയി നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്ന് അലീനനെ ഇറക്കി വിട്ടപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് ഒരു റിസോർട്ടിലേക്കാണല്ലോ പോയത് എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്, അമ്മ അച്ഛനെ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഇങ്ങനെ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അച്ഛനെ എവിടെ പോയാൽ എന്താ എന്നുള്ള രീതിയിലാണ് കേട്ടോ ബബിത സംസാരിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നത് ബാലചന്ദ്രൻ ഇപ്പോഴും എൻ്റെ ഭർത്താവ് തന്നെയാണ്, ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലല്ലോ, അപ്പോൾ ആ കാര്യമാണ് പറയുന്നത്. വൈജയന്തി ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബബിത പറയുകയാണ് അമ്മ ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഒരു ബാണ്ടാക്കി വെച്ചിരിക്കുകയാണ്, എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതങ്ങ് കെട്ടഴിച്ച് വിടും എന്ന് അറിയൂ കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ വൈജയന്തി വാടക വീട് അടുത്തൊക്കെ മാറുകയാണല്ലോ. അപ്പോൾ ആ കാര്യമൊക്കെ സംസാരിക്കുന്ന സമയത്ത് വൈജയന്തി പറയാണ് എനിക്കിങ്ങനെ നല്ല ദണ്ണുണ്ട്, ഞാനും കൂടെ ഇതാക്കിയിട്ടാണ് നമ്മുടെ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് പറയൂ കേട്ടോ. അപ്പം ബബിത ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അമ്മ ആ വീടിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന്. അപ്പോൾ ആ വീടിൻ്റെ ഇതിനെല്ലാം വേണ്ടിയിട്ട് എൻ്റെ ബുദ്ധിയൊക്കെ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ ബബിത കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഓ അത് വല്ലാത്തൊരു പാർട്ട്ണർഷിപ്പായി പോയി എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ആ വീട് അവൾ എടുത്തോട്ടെ, അവൾ അധിക കാലം അതിൽ സുഖിച്ച് ഇങ്ങനെ കഴിയാനൊന്നും പോകുന്നില്ല, അവളുടെ തലയ്ക്ക് മീതെ എൻ്റെ
പ്രാക്ക് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അലീനയുടെ തലയ്ക്ക് മീതെ കേട്ടോ വൈജയന്തിയുടെ പ്രാക്ക് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നീട് കൃഷ്ണമോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണമോൾ വീട്ടിലുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ അവൾക്ക് അന്ന് സ്കൂളില്ലേന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഇങ്ങനെ സ്കൂളിൽ ഏതോ ഒരു മാഷ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു, അതുകൊണ്ടാണ് ഇന്ന് സ്കൂളില്ലാത്തതെന്ന് പറയും. എന്നാലും കൃഷ്ണമോൾക്ക് എന്നോട് ഇങ്ങനെ അലീനയും ബാലേന്ദ്രനും എറണാകുളത്ത് പോയ കാര്യം വിളിച്ച് പറയായിരുന്നു, അവളെ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രനും അലീനയും എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ സംസാരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു സങ്കടമാണെന്ന് തോന്നുന്നുണ്ട്. ബബിതയോടും കൃഷ്ണമോളോടും ഒക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. പിന്നീട് ശരണ്യയുടെ അച്ഛനെയും കാണിക്കുന്നുണ്ട്. അവരിങ്ങനെ അവർക്ക് പണം വേണമെങ്കിൽ ആവായിരുന്നല്ലോ, പക്ഷെ അവർക്ക് അതല്ലല്ലോ വേണ്ടത്, എൻ്റെ മകൻ്റെ ചോരയല്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ അലീനയോടൊക്കെ പറയുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്